തെരുവ് നായകൾ കേരളത്തെ കടിച്ചു കീറുന്ന വാർത്തകളുമായാണ് നമ്മുടെ നാട്ടിൽ ഓരോ പുലരിയും വിടരുന്നത്. കണ്ണൂരിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം, 13 പേർക്ക് കടിയേറ്റു. വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടാവുകയാണ്. ഇന്ന് 10 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ആലപ്പുഴ താമരക്കുളത്ത് വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന 10 വയസ്സുകാരനെ തെരുവുനായ കടിച്ചു. കണ്ണൂർ താഴെ ചാമ്പാട്ടിൽ യുവതിക്ക് നേരെ തെരുവുനായ ആക്രമണം. തിരുവനന്തപുരം പോത്തൻകോട് തെരുവുനായയുടെ ആക്രമണം, 20 പേരെ കടിച്ച നായയെ കണ്ടെത്താനായില്ല. തെരുവുനായ ശല്യം കേരളത്തിലൊരു കീറാമുട്ടിയാണ്. ദിനം പ്രതി തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. നായപ്പേടിയിലാണ് കുട്ടനാടാകെ. നമ്മുടെ നാട്ടിലെ തെരുവ് നായകളെ ഇപ്പോൾ തെരുവ് നായകർ എന്ന് തിരുത്തി വിളിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു മൃഗത്തിനും കിട്ടാത്ത നായക പരിവേഷമാണ് തെരുവ് നായ്ക്കൾക്ക് ഈ നാട്ടിലെ നായസ്നേഹികൾ ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. തെരുവ് നായകൾ തെരുവുകളിൽ യഥേഷ്ടം വിലസുമ്പോൾ ഇവിടെ സാംസ്കാരിക നായകർ പോലും ഈ വിഷയത്തിൽ മൗനികളാണ്. കാളയെ കൊല്ലുന്ന, കോഴിയെ കൊല്ലുന്ന, പന്നിയെ കൊല്ലുന്ന, ആടിനെ കൊല്ലുന്ന, താറാവിനെ കൊല്ലുന്ന, മുയലിനെ കൊല്ലുന്ന ഈ നാട്ടിലാണ് മനുഷ്യനെ അകാരണമായി ഉപദ്രവിക്കുകയും ജീവനെടുക്കുകയും ചെയ്യുന്ന പട്ടിയെ കൊല്ലാൻ പറ്റില്ല എന്ന വ്യവസ്ഥിതി പുലരുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി ഡോഗ്സ് ഓൺ കൺട്രിയായി വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവുനായ പ്രേമത്തിന്റെ ഉള്ളറകളിലേക്കും വ്യവഹാരങ്ങളിലേക്കും പരിഹാരങ്ങളിലേക്കും വെളിച്ചം വീശുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രി ലോക്സഭയിൽ പറഞ്ഞ കണക്ക് അറിയുക. 2022 തെരുവ് നായ്ക്കൾ കടിച്ചു കുറഞ്ഞത് 22 ലക്ഷത്തോളം പേരെയായിരുന്നുവെങ്കിൽ 2023 അത് 30 ലക്ഷവും 2024 37 ലക്ഷവും ആയി വർദ്ധിച്ചു. തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം ഓരോ വർഷവും 7 ലക്ഷം വെച്ചാണ് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വികസിത രാജ്യങ്ങളിലൊന്നും, അമേരിക്കയിലോ സൗദിയിലോ കുവൈറ്റിലോ ഹോങ്കോങ്ങിലോ സിംഗപ്പൂരിലോ ചൈനയിലോ ഒന്നും ഒരു വ്യക്തിക്ക് പോലും തെരുവുനായ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നില്ല. അമേരിക്കയിൽ ഒരു വർഷം 27 ലക്ഷത്തോളം നായകളെയും പൂച്ചകളെയും ദയാവധം നടത്തുന്നുണ്ട്. കേരളത്തിലെ സ്ഥിതി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ 22,50,000 പേർക്കാണ് നമ്മുടെ നാട്ടിൽ കടിയേറ്റത്. മരിച്ചത് 160 പേർ. 2014 തൊട്ട് 2020 വരെയുള്ള 7 വർഷം കൊണ്ട് 9,80,000 പേർക്ക് പട്ടിയുടെ കടിയേൽക്കുകയും 55 പേർ വിഷബാധയേറ്റ് മരിക്കുകയും ചെയ്തു. 2021 മുതൽ 25 വരെയുള്ള 4.5 വർഷത്തെ കണക്കിൽ 12,50,000 പേർക്ക് നായയുടെ കടിയേൽക്കുകയും 180 പേർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. തെരുവുനായ വിഷയം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കയറിയപ്പോൾ ഭാരതത്തിലെ ഏറ്റവും വിലയേറിയ 2 അഭിഭാഷകരായ കപിൽ സിബലും അഭിഷേക് മനു സിംഘിയുമാണ് കോടതിയിൽ നായ്ക്കൾക്കായി വക്കാലത്ത് ഏറ്റെടുത്തത്. അതെ, നായപ്രേമികൾ അതിസമ്പന്നരാണ്. എങ്ങനെ? ഇന്ത്യയിൽ ഒരു വർഷം 2,400 കോടി രൂപയുടെ വിഷ വാക്സിൻ കച്ചവടം നടക്കുന്നു എന്ന് ഔദ്യോഗിക കണക്കനുസരിച്ചും 7,000 കോടി രൂപയ്ക്ക് മുകളിൽ ഈ തുക വരുമെന്ന അനൌദ്യോഗിക കണക്കുകളും പറയുന്നു. കേരളത്തിൽ പ്രതിവർഷം ഇപ്പോൾ 12 കോടിയിലേറെയാണ് ഈ വകുപ്പിൽ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പൊതുനിരത്തുകളിൽ നായകൾ നിറയേണ്ടതും ജനങ്ങൾക്ക് നായകളുടെ കടിയേൽക്കേണ്ടതും വാക്സിൻ മാഫിയയുടെ ആവശ്യമാണ്. അവർ നായപ്രേമികളെ തീറ്റിപ്പോറ്റുന്നു, നായപ്രേമികൾ നായകളെയും. വിഷബാധയുള്ള പട്ടികളുടെ വിഷപ്പല്ലുകൾ മനുഷ്യമാംസത്തിൽ ആഴ്ന്നിറങ്ങുമ്പോഴും പട്ടിയുടെ പല്ലിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചോ എന്നതിലാണ് മൃഗസ്നേഹികളുടെ ആശങ്ക. നായപ്രേമികൾ സുരക്ഷിത താവളങ്ങളിൽ ഇരുന്ന് കവചിത വാഹനങ്ങളിൽ സഞ്ചരിച്ച് തെരുവ് നായ്ക്കൾക്കായി ഓരിയിടുന്നു. നായ ഒരു സ്വാദിഷ്ട ഭക്ഷണ വിഭവമായ ഇന്ത്യയുടെ വടക്ക് കിഴക്കേ സംസ്ഥാനങ്ങളിൽ നായകൾ നേരിടുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെ ഇവരുടെ നാവ് പൊങ്ങാറില്ല. പട്ടി കടിക്കാൻ വന്നാൽ ഓടി മരത്തിൽ കയറി രക്ഷപ്പെടുവാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഇന്ത്യയിലെ പൗരന്മാർക്ക് കൽപ്പിച്ചു നൽകിയത് വലിയ അനുഗ്രഹമായി. നായപ്രേമികളോടാണ്. മൃഗസ്നേഹികൾ അവരവരുടെ സ്വകാര്യ സ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് വാസസ്ഥലം ഒരുക്കുക. പൊതുസ്ഥലത്ത് മനുഷ്യർ സമാധാനമായി ജീവിക്കട്ടെ.